കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നൊരു ടിപ്പ്. അതായത് ഇപ്പം ഈ ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടില്ലേ? അതേപോലെ ചില ആൾക്കാർ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 2 മാസം മര്യാദക്ക് പഠിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉഴപ്പും. പല റീസൺ കാണും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്രാവശ്യം നോട്ട് നല്ല വൃത്തിക്ക് എഴുതണം, അന്നെന്നുള്ളത് അന്നു തന്നെ പഠിക്കണം. പക്ഷേ ഒരു 3 വീക്ക് അതൊക്കെ പോകും, പിന്നെ നമ്മൾ പഴയ മട്ടായിരിക്കും. അതേപോലെ സിയൊക്കെ ഉണ്ടാവരുത്. തുടക്കത്തിൽ കുറച്ച് ഉഴപ്പിയാലും കുഴപ്പമില്ല, ലാസ്റ്റിലേക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ പാസ്സാവൂ. അതായത് ലാസ്റ്റ് മന്ത് നിങ്ങൾ എന്ത് പഠിച്ചോ അതേ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കിട്ടും. അതുവരെ നിങ്ങൾ പഠിച്ചതൊക്കെ എന്തിനാണ്? ലാസ്റ്റ് മന്ത് പെർഫോം ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ നിങ്ങൾ പഠിച്ചതൊക്കെ. അല്ലാതെ അതുവരെ പഠിച്ചതൊന്നും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. ലാസ്റ്റ് മന്ത് റിവിഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ നിങ്ങൾ ടച്ചപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മന്തിലാണ് നമ്മുടെ എല്ലാം. അപ്പം നമ്മൾ തുടക്കത്തിൽ കുറേ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് അവസാനത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട്